Good morning, everyone. Welcome back to yet another IELTS reading live session from 𝐀𝐜𝐚𝐝 Academy. This is �ശ്രീലക്ഷ്മി speaking. So today we are going to discuss a few sections regarding the IELTS reading module. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ഒരു മെറ്റീരിയലിൻ്റെ പാർട്ട് 3 ആണ് അല്ലേ. അപ്പോൾ അത് കുറച്ച് എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ഇന്നത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ, അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയത് ആ ഒരു തേർഡ് പാർട്ടിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ യെസ് നോ നോട്ട് ഗിവൺ സെക്ഷനാണ്. അപ്പോൾ അവിടെ എപ്പോഴും പറയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യെസ് നോ നോട്ട് ഗിവൺ ആണ്, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു അല്ലേ. അതിനുശേഷം പാസേജിൽ പോയി ആൻസർ നോക്കുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, അക്നോളജിങ് പീപ്പിൾ സച്ച് ആസ് പ്ലാറ്റോ ഓർ ഡാവിഞ്ചി ആസ് ജെനീസസ് will help us understand the process by which great minds create new ideas. സോ കുറച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും, പ്രത്യേകിച്ച് തേർഡ് പാർട്ട് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അക്നോളജിങ് പീപ്പിൾ സച്ച് ആസ് പ്ലാറ്റോ അല്ലേ. പ്ലാറ്റോ എന്ന് പറയുന്ന ഒരാളും ഡാവിഞ്ചി നമ്മൾ പറയാറുണ്ട് അല്ലേ. ആസ് ജെനീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനീസസ് അല്ലേ, ജീനിയസിൻ്റെ പ്ലൂറൽ ഫോമാണ് ജെനീസസ് കേട്ടോ. അപ്പോൾ അവർ ജീനിയസ് ആയിട്ട് അല്ലേ അക്നോളജ് ചെയ്യുന്നത് വിൽ ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്. ഒരു പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബൈ വിച്ച് ഗ്രേറ്റ് മൈൻഡ്സ് ക്രിയേറ്റ് ന്യൂ ഐഡിയാസ്. അതായത് പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രേറ്റ് മൈൻഡ്സ് അല്ലേ, അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും എന്നാണ് പറയുന്നത്. സോ പ്ലാറ്റോ, ഡാവിഞ്ചി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അക്നോളജ് ചെയ്യുന്നത് അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് എങ്ങനെയാണ് ഈ ഗ്രേറ്റ് മൈൻഡ്സ് അല്ലേ പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. സോ ആദ്യം അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക, അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇങ്ങനെയുള്ള പീപ്പിളിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. അക്നോളജ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളിപ്പോൾ മെസ്സേജൊക്കെ അക്നോളജ് ചെയ്യുന്നു പറയാറുണ്ട് അല്ലേ. സോ അക്നോളജ് ചെയ്യുക, അക്നോളജ്മെൻറ്റ്, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് അല്ലേ, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മെസ്സേജ് അക്നോളജ് ചെയ്തു എന്ന് വെച്ചാൽ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് അല്ലേ. റെക്കഗ്നൈസ് ചെയ്യാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പീപ്പിളിനെ തിരിച്ചറിയുക, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ പ്ലാറ്റോ, ഡാവിഞ്ചി അല്ലേ, ഡാവിഞ്ചിയുടെ ആ ഒരു പാരഗ്രാഫിലേക്ക് പോകേണ്ടി വരും. സോ എവിടെയാണ് അവരുടെ രണ്ടുപേരുടെയും കാര്യം പറയുന്നത് എന്നുള്ളത് നോക്കുക. ഇന്നലെ നമ്മൾ ആദ്യത്തെ കുറച്ച് പാരഗ്രാഫിൽ നോക്കിയിട്ട് പ്രത്യേകിച്ച് ആ ഒരു ബോർ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലേസിൽ പീരിയോഡിക് ടേബിളിൻ്റെ കുറേ സംഭവങ്ങൾ അല്ലേ, നോബൽ പ്രൈസിൻ്റെ ഇവിടം വരെയൊക്കെയാണ് ഇന്നലെ നോക്കിയത്. സോ ഇനി പ്ലാറ്റോനെ കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ എന്തായാലും അത്രയും പാർട്ടിൽ ഇന്നലെ അവരെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇന്നലത്തെ ആ ഒരു പാരഗ്രാഫ് എല്ലാവരും മറന്നു കാണും അല്ലേ. പിന്നെ ഏതാണ്ട് ഈ ACDCൻ്റെ കാര്യവും നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ടുപേരുടെ കാര്യം വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പാർട്ടിലൊന്നും പ്രത്യേകിച്ച് പ്ലാറ്റോനെ കുറിച്ച് പറയുന്നില്ല അല്ലേ. സോ ഇങ്ങനെയാണ് നോക്കി പോകേണ്ടത്. പിന്നെ ദ നോഷൻസ് ഓഫ് ഇൻസൈറ്റ് ആ ഒരു പാരഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പ്ലാറ്റോനെ കുറിച്ചും ഡാവിഞ്ചിയെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നോക്കിക്കേ, the notions of insight, creativity and genius are often invoked, but they remain vague and of doubtful scientific utility, especially when one considers the diverse and enduring contributions of individuals such as Plato, Leonardo da Vinci, Shakespeare, Beethoven, Galileo, Newton, Kepler, Curie, Pasteur and Edison. ഇത്രയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. എനിക്ക് വായിച്ചപ്പോൾ ആൻസർ കിട്ടി, നിങ്ങൾക്ക് വായിച്ചപ്പോൾ ആൻസർ കിട്ടിയോ എന്നുള്ള അറിയത്തില്ല, കാരണം എല്ലാ വേർഡിൻ്റെയും മീനിങ് അറിയണം എന്നില്ല അല്ലേ. സോ
സോ ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതിൻ്റെ മീനിങ് ആദ്യം നോക്കാം. നോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശയം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇനി ഇൻസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻസൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കാഴ്ച എന്നൊക്കെ പറയാൻ കഴിയും അല്ലേ. പിന്നെ അവിടെ വരുന്നത് ഇൻവോക്ക് ചെയ്യുക. ഓക്കെ, ഇൻവോക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യർത്ഥിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നമ്മൾ അപേക്ഷിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. പിന്നെ വരുന്ന വേർഡ് എന്ന് പറയുന്നത് വേഗ് അല്ലേ. വേഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ അല്ലാത്തത് എന്നുള്ള മീനിങ് ആണ്. പിന്നെ അവിടെ വരുന്ന ഡൈവേഴ്സിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, എൻഡിയർ അല്ലേ, എൻഡിയർ അല്ലെങ്കിൽ എൻഡിയറിങ്. അടുത്ത വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എൻഡിയറിങ് ആണ്. എൻഡിയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, പെർമനൻ്റ് ആയിട്ട് എവർ ലാസ്റ്റിംഗ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മീനിങ് വരുന്നത്. ഇനി നോക്കിക്കേ, ദ നോഷൻസ് ഓഫ് ഇൻസൈറ്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ജീനിയസ് ആർ ഓഫൺ ഇൻവോക്ഡ്. ഈ ഒരു ആശയം അല്ലേ, ഇൻവോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ അഭ്യർത്ഥിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. പിന്നെ റിവോക്ക് എന്ന് വെച്ചാൽ, അപ്പോൾ ഇൻവോക്ക് എന്ന് പറയുമ്പോൾ നമുക്കവിടെ വേറൊരു വേർഡ് വരുന്നുണ്ട്, റിവോക്ക്. റിവോക്ക് എന്ന് വെച്ചാൽ റദ്ദാക്കുക, ബാൻ ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻസൈറ്റ് അല്ലെ, ഉൾക്കാഴ്ച, ക്രിയേറ്റിവിറ്റി, ജീനിയസ്, ഇതൊക്കെ പലപ്പോഴും അല്ലെ അഭ്യർത്ഥിക്കുന്നു, ബട്ട് ദേ റിമെയിൻ വേഗ്, അത് അൺക്ലിയർ ആണ്. ആൻഡ് ഓഫ് ഡൗട്ട്ഫുൾ സയന്റിഫിക് യൂട്ടിലിറ്റി, അതെന്ന് പറയുന്നത് ചില സമയത്ത് അൺക്ലിയർ ആണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്. എസ്പെഷ്യലി വെൻ വൺ കൺസിഡേഴ്സ് ഡൈവേഴ്സ് ആൻഡ് എൻഡ്യൂറിങ് കോൺട്രിബ്യൂഷൻസ്. അതായത് ഒരാളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള അല്ലേ, എന്നാൽ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇവരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇത്രയും മാത്രം പറയുന്നുണ്ട്. ഇത് നമുക്ക് നമ്മളുടെ ആ ഒരു ആൻസറിൻ്റെ മീനിങ്ങിലേക്ക് എത്തിക്കണം അല്ലേ, എന്നാലേ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്നത് എന്താണ്, ഈ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ആർ ഓഫൺ ഇൻവോക്ക് അല്ലേ, ചില സമയത്ത് ഇൻവോക്ക് ചെയ്യാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ചില കേസസിൽ അൺക്ലിയർ ആണ്, അത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് അവർക്കുണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് തന്ന ഇവരുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇത്രയും പേരുടെ കേസ് എടുക്കുകയാണെങ്കിൽ, അത് ചില കേസസിൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഡൗട്ട്ഫുൾ ആണെന്നാണ് അവിടെ പറയുന്നത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, അവരെ അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ആ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രോസസ്സ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സ് എന്നല്ലേ. നമ്മളുടെ ആ ഒരു പാസേജിൽ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നല്ല, വേഗ് എന്നാണ് അല്ലേ, അൺക്ലിയർ. അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയത്തില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് അല്ലേ. അവരുടെ ക്രിയേറ്റിവിറ്റി, അതിനെക്കുറിച്ച് അവരെങ്ങനെയാണ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചില സമയത്ത് അൺക്ലിയർ ആണ്, മനസ്സിലാക്കാൻ കഴിയത്തില്ല, അത് ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പാസേജിൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അല്ലേ. സോ എൻറ്റയർലി മിസ്മാച്ച് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് യെസ് നോ നോട്ട് ഗിവൺ ആണ്. സോ നോ എന്ന് എഴുതണം, ഫോൾസ് എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. The law of effect was discovered at a time when psychologists were seeking a scientific reason why creativity occurs. The law of effect, അതൊരു ലോ ആണ് അല്ലേ. വാസ് ഡിസ്കവർ ചെയ്തത് ഏത് ടൈമിലാണെന്നാണ് പറയുന്നത്. അറ്റ് എ ടൈം വെൻ സൈക്കോളജിസ്റ്റ് were seeking a scientific reason why creativity occurs. ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിസർച്ച് അല്ലേ, റിസർച്ച് കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സൈക്കോളജിസ്റ്റുകൾ ലോ ഓഫ് ഇഫക്റ്റ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡിസ്കവറി, ഇൻവെൻഷൻ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കവർ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളുടെ വേൾഡിലുള്ളൊരു കാര്യം ആദ്യമായിട്ട് കണ്ടെത്തുക, അതിനെയാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഇൻവെൻഷൻ എന്ന് വെച്ചാൽ പുതിയതായിട്ട് വരണം. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ നമ്മളുടെ വേൾഡിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അത് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ ആരും കണ്ടെത്തുന്നതല്ല, പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻവെൻഷൻ എന്നും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നതിനെ ഡിസ്കവറി എന്ന് പറയും. അപ്പോൾ ഈ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന അവർ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് അതിൻ്റെ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. ആ ഒരു ടൈമിലാണ് ഈ ഒരു ലോ ഓഫ് ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. സോ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ.
വാസ് അഡ്വാൻസ്ഡ് ബൈ സൈക്കോളജി, അതായത് കണ്ടെത്തിയത് അല്ലേ, സം 40 years. അതിൻ്റെ റീസൺ ആണ് പബ്ലിഷ് ഹിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ഓൺ ബയോളജിക്കൽ എവല്യൂഷൻ. സോ അത് കണ്ടുപിടിച്ചത് ഏത് സമയത്താണെന്നുള്ളത് നോക്കണം അല്ലേ. ദ സിമ്പിൾ ലോ ഹോൾഡ്സ് ഓർഗാനിസം. സോ അത് ലോയിനെ കുറിച്ചാണ് പറയുന്നത്. ഡാർവിൻസ് ലോ ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ദ ലോ ഓഫ് ഇഫക്റ്റ് ഇൻവോൾവ്സ് എൻറ്റയർലി, അതിൻ്റെ അകത്തുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. സോ അത് കണ്ടുപിടിച്ചത് എപ്പോഴാണെന്നുള്ള അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ദ ലോ ഓഫ് ഇഫക്റ്റ് വാസ് അഡ്വാൻസ്ഡ് അല്ലേ, അത് കണ്ടെത്തിയത് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടെത്തിയതെന്ന് പറയുന്നെങ്കിൽ നമുക്കവിടെ നോന്ന് കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ റീസണേ പറഞ്ഞിട്ടില്ല, അത് എങ്ങനെയാണ് ഏത് ടൈമിലാണ് ഡിസ്കവർ ചെയ്തത്, ആ ഒരു ഇയർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല, അതിൻ്റെ പിന്നിലുള്ള കാര്യം അവിടെ പറയുന്നില്ല. അതുകൊണ്ട് നോട്ട് ഗിവൺ ആണ് വരുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്കവിടെ നോ എന്ന് എഴുതാൻ കഴിയുമായിരുന്നു അല്ലേ. ഒരു പെർട്ടിക്കുലർലി ഒന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ റീസൺ അല്ലേ, ഇത് കണ്ടുപിടിക്കാനുണ്ടായ റീസൺ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്കവിടെ നോട്ട് ഗിവൺ എന്ന് എഴുതാൻ കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ ലോ ഓഫ് ഇഫക്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ പ്ലാനിങ് ഈസ് ഇൻവോൾവ് ഇൻ ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറിൽ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. സോ ലോ ഓഫ് ഇഫക്റ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. ദ സിമ്പിൾ ലോ, ഓർഗാനിസംസ് ടെൻഡ് ടു റിപ്പീറ്റ് സക്സസ്ഫുൾ ബിഹേവിയേഴ്സ് ആൻഡ് ടു റീഫ്രെയിൻ ഫ്രം പെർഫോമിങ് അൺസക്സസ്ഫുൾ വൺസ്. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അവർ റിപ്പീറ്റ് ചെയ്യും അല്ലേ, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ അവർ റിപ്പീറ്റ് ചെയ്യും, അൺസക്സസ്ഫുൾ ആയിട്ടുള്ളത് അവർ റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, പ്ലാനിങ് ഇല്ല, പ്ലാനിങ് ഇല്ലാതെയാണ് ഈ ഓർഗാനിസംസ് ബിഹേവിയർ അല്ലേ ചെയ്യുന്നത്. റീഫ്രെയിൻ ഫ്രം പെർഫോമിങ് അൺസക്സസ്ഫുൾ വൺസ്. അതായത് ഇവിടെ ഈ ഒരു ലോയിൽ പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അവർ റിപ്പീറ്റ് ചെയ്യും അല്ലേ, അൺസക്സസ്ഫുൾ ആയിട്ടുള്ളത് അവർ റിപ്പീറ്റ് ചെയ്യത്തില്ല. എൻറ്റയർലി മെക്കാനിക്കൽ പ്രോസസ് ഓഫ് വേരിയേഷൻ ആൻഡ് സെലക്ഷൻ വിത്തൗട്ട് എനി ഒബ്ജക്റ്റീവ് ഇൻസൈറ്റ്. ഇത് ഇവിടെയാണ് അവർ അതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കുന്നത്. സോ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിത്തൗട്ട് എനി എൻഡ് ഒബ്ജക്റ്റീവ് ഇൻ സൈറ്റ്, പ്രത്യേകിച്ചൊരു ഒബ്ജക്റ്റീവ് ഇല്ലാതെയാണ് അല്ലേ, ഒബ്ജക്റ്റീവ് മുന്നിൽ കാണാതെയാണ് അവരിങ്ങനെ ബിഹേവിയർ ചെയ്യുന്നത് അല്ലേ. ഈ ഒരു വേരിയേഷൻ അവരൊരു ബിഹേവിയറിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഒന്നുമില്ല. അപ്പോൾ പ്ലാനിങ് ഇല്ല എന്നുള്ള മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കിയാലും ഒറിജിൻ ഓഫ് ഹ്യൂമൻ ഇന്നോവേഷൻ ക്ലിയർലി നോൺ ആസ് ജനറ്റിക് മ്യൂട്ടേഷൻസ്, അത് ജനറ്റിക് മ്യൂട്ടേഷൻ ആണെന്നാണ് പറയുന്നത് അല്ലേ. ജനറ്റിക് ജീനിലെ വേരിയേഷൻസ് മൂലം ഉണ്ടാകുന്നതാണ് ഒരു ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. സോ അത് പ്ലാൻഡ് അല്ല എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും. നോവൽ ഐഡിയാസ് ആൻഡ് ബിഹേവിയേഴ്സ് മേ നോട്ട് ബി എൻറ്റയർലി റാൻഡം എന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, ബട്ട് കൺസ്ട്രെയിൻഡ് ബൈ പ്രയർ സക്സസ്, ഇതിന് മുന്നേ ഉള്ള സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ പ്ലാനിങ് ഒന്നും ഇല്ല എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ബിഹേവിയർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് ഇല്ല. അങ്ങനെയാണ് നമുക്കിത് വായിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ പ്ലാനിങ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടുത്തെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണ്. പലരും ഇത് നോ ആയിട്ട് എഴുതി വെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. ദ ലോ ഓഫ് ഇഫക്റ്റ് സെറ്റ്സ് ആർ ക്ലിയർ എക്സ്പ്ലനേഷൻസ് അബൌട്ട് ദ സോഴ്സസ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ബിഹേവിയേഴ്സ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും, കാരണം നോക്കിയായിരുന്നു. ദ ലോ ഓഫ് ഇഫക്റ്റ് സെറ്റ്സ് ആർ ക്ലിയർ എക്സ്പ്ലനേഷൻസ്, സെറ്റ്സ് ഔട്ട് ക്ലിയർ എക്സ്പ്ലനേഷൻസ്, ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് അബൌട്ട് ദ സോഴ്സസ് ഓഫ് ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് അല്ലേ, ഐഡിയാസിൻ്റെയും ബിഹേവിയേഴ്സിനും ക്ലിയർ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട്. സോഴ്സ് ഉണ്ടോ, നമുക്ക് നേരത്തെ നോക്കിയതിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. നോ പ്ലാനിങ് അല്ലേ, പ്ലാനിങ് ഇല്ലാതെയാണ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് 35-ലും കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ക്ലിയർ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതായത് പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് ഉണ്ടോ, നമ്മളിതിന് മുന്നേ നോ പ്ലാനിങ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ പ്ലാനിങ് ഇല്ല അല്ലേ, അതിന് പെർട്ടിക്കുലർ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാനില്ല, പ്രീ പ്ലാൻഡ് അല്ല. സോ അവിടെ ആൻസർ വരുന്നത് ക്ലിയർ എക്സ്പ്ലനേഷൻ ഇല്ല അല്ലേ. സോ നോയാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ആൻസർ വെച്ചിട്ട് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36. മെനി സയൻറ്റിസ്റ്റ് ആർ നൗ ടേണിംഗ് അവേ ഫ്രം ദ നോഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആൻഡ് ജീനിയസ്. പല സയൻറ്റിസ്റ്റുകളും ടേണിംഗ് അവേ ഫ്രം അല്ലേ ഈ ഒരു ആശയം, ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആൻഡ് ജീനിയസ്, ഈ ഒരു ആശയത്തിൽ നിന്ന് അവർ വഴിതിരിഞ്ഞു പോവുകയാണ്.
അതിൽ നിന്ന് മാറിപ്പോവാണ് എന്നാണ് അവിടെ പറയുന്നത്. പല സയൻറ്റിസ്റ്റുകളും ഈ ഒരു ആശയത്തിൽ നിന്നും മാറിപ്പോവാണ്. സോ ഇൻ്റലിജൻറ്റ്, ഡിസൈൻ ആൻഡ് ജീനിയസ് അല്ലേ, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ദ ടൈം സീംസ് റൈറ്റ് ഫോർ അബാൻഡനിങ്. ഈ ഒരു ആശയം അല്ലേ, അത് അബാൻഡൻ ചെയ്യാനായിട്ട് ഇപ്പോഴാണ് റൈറ്റ് ആയിട്ടുള്ള ടൈം അല്ലേ. സയൻറ്റിഫിക്കലി എക്സ്പ്ലോറിംഗ് ദ ട്രൂ ഒറിജിൻസ് ഓഫ് ക്രിയേറ്റീവ് ബിഹേവിയർ. സോ അതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അവർ വഴി തിരിയുന്നുണ്ടോ അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അവരിപ്പോൾ ടേണിങ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആ ഒരു പാസേജിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ അത് അബാൻഡൻ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ടൈം ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ആശയം അല്ലേ, അത് ഇഗ്നോർ ചെയ്യാൻ അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യാനായിട്ടുള്ള ടൈം ആയി എന്നേ പറയുന്നുള്ളൂ. സോ ആൾക്കാർ അത് വഴി തിരിഞ്ഞു എന്നോ വഴി തിരിയാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ വഴി തിരിഞ്ഞില്ലെന്നോ അവിടെ പറയുന്നില്ല അല്ലേ. വഴി തിരിയാനായിട്ടുള്ള സമയമായി എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് വഴി തിരിഞ്ഞു പോകുന്നു. സോ സമയമായി എന്ന് വെച്ചിട്ട് ചിലപ്പോൾ വഴി തിരിയണം എന്നില്ല, അല്ലെങ്കിൽ വഴി തിരിയാതെ ഇരിക്കണം എന്നുമില്ല അല്ലേ. സോ അവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് നോട്ട് ഗിവൺ എന്നാണ് എഴുതാൻ കഴിയുന്നത്. പക്ഷേ ഇത് പലരും എന്ത് ചെയ്യും, അബാൻഡനിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് എന്ന് പറയാൻ കഴിയും അല്ലേ. അതുകൊണ്ട് ചിലർ ഇവിടെ യെസ് എന്ന് എഴുതി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആൻസർ വരുന്നത് യെസ് അല്ല, നോട്ട് ഗിവൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആണ് നമ്മൾ യെസ് നോ നോട്ട് ഗിവണിൽ കിട്ടുന്നത്. അപ്പോൾ കുറേ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കേട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കുക, കമൻറ്റിൽ മെൻഷൻ ചെയ്തേക്കുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ 36 വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്തതാണ് അല്ലേ. അടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസ് വരെ നോക്കിയല്ലേ. സോ ലാസ്റ്റ് സെൻറ്റൻസ് വരെ നോക്കിയത് കൊണ്ട് നമുക്കിനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാൻ കഴിയത്തില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് എങ്ങനെയാണ് ആൻസർ എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ഡൗട്ടുള്ളവർ ചോദിക്കുക. ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ദ ഒറിജിൻസ് ഓഫ് ക്രിയേറ്റീവ് ബിഹേവിയർ. ഇവിടെ ആൽഫബറ്റ്സ് ആണ് എഴുതേണ്ടത്, ആൻസർ അല്ല. അപ്പോൾ പല കേസസിലും ഇത് ഈസിയാണ്, പക്ഷെ നമുക്ക് പറയാൻ കഴിയത്തില്ല അല്ലേ. പിന്നെ ഇത്രേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും 4 ക്വസ്റ്റിനെ കൊടുത്തിട്ടുള്ളെങ്കിലും 5-6 പാരഗ്രാഫിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, the traditional view of scientific discovery is that breakthroughs happen when a single great mind has sudden dash. അതായത് ഒരാൾക്ക് പെട്ടെന്ന് എന്തോ ഒരു സംഭവം തോന്നുമ്പോഴാണ് വലിയ വലിയ സയൻറ്റിഫിക് ഡിസ്കവറീസ് ഉണ്ടാകുന്നത് അല്ലേ, ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നത്. അതാണ് സയൻറ്റിഫിക് ഡിസ്കവറിയുടെ ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഈ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നത് അല്ലേ, ഇതിനുള്ള വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് പലർക്കും പെട്ടെന്ന് എന്തോ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് മുതൽ നോക്കേണ്ടി വരും ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നത് അല്ലേ. അതായത് കൺവെൻഷണൽ വിസ്ഡം അല്ലേ ഓൾസോ പ്ലേസസ് ഗ്രേറ്റ് വെയിറ്റ് ഓൺ ഇൻസൈറ്റ് ആൻഡ് പ്രൊമോട്ടിംഗ് ബ്രേക്ക് ത്രൂ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ്. അതായത് പ്രയർ നോളജ് അല്ലേ, ഇതിന് മുന്നേ ഉള്ളൊരു നോളജ് അതല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്. നോളജിൽ നിന്നാണ് പലർക്കും ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ അല്ലേ. ഐഡിയാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അല്ലേ അയാളുടെ മനസ്സിലിങ്ങനെ വരുന്നത്, ഇതിന് മുന്നേ ഉള്ള എന്തെങ്കിലും ഒരു ഐഡിയാസോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള എന്തെങ്കിലും നോളജോ അവരുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ എന്തിൽ നിന്നാണ് അവർക്ക് ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. മുന്നേ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലേ, മുന്നേ ഉള്ള എന്തെങ്കിലും നോളജിൽ നിന്നാണ് എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അപ്പോൾ മുന്നേ ഉള്ള നോളജ് അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കാം. ഇൻവെൻഷൻ പറയാൻ കഴിയത്തില്ല അല്ലേ, ഗോൾസ്, കോംപ്രമൈസ്, മിസ്റ്റേക്സ് പറയാൻ കഴിയത്തില്ല, എക്സ്പെരിമെൻറ്റ്സ്. നേരത്തെ എക്സ്പെരിമെൻ്റ് എന്നല്ല പറയുന്നത് നോളജ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇത് കാണാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്കവിടെ നോക്കുമ്പോൾ
ഇതിന് മുന്നേ ഉള്ള നോളജ് അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ഈ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. സോ നമുക്ക് അവിടെ കുറച്ചെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയുന്നത് ഇൻസ്പിറേഷൻ ആണ് അല്ലേ. നോക്കിക്കേ, എന്തെങ്കിലും നിന്നുള്ള ആർജം ഉൾക്കൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ത്രൂസ് എന്താണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് അല്ലേ, സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മീനിങ് ആണ് ഒരു വരുന്നത്. സോ ഇൻസ്പിറേഷൻ കൊണ്ടാണ് നമുക്കൊക്കെ പറയാൻ കഴിയും. ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള നോളജിൽ നിന്നോ നേരത്തെയുള്ള ആൾക്കാരുടെ എന്തെങ്കിലും തിയറീസിൽ നിന്നോ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്നുള്ള മീനിങ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. സോ വേറൊന്നും നമുക്ക് കോംപ്രമൈസ് വേറൊന്നും കണക്ട് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ എഫ് ആണ് ആൻസർ വരുന്നത്. ശ്രദ്ധിക്കുക, എഫ്. ഓക്കെ. അഡ്വാൻസസ് ആർ മോർ ലൈക്ലി ടു ബി ദ റിസൾട്ട് ഓഫ് എ ലോങ്ങർ പ്രോസസ്. അഡ്വാൻസസ് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിസർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരുപാട് ലോങ്ങർ പ്രോസസ്സ് വഴിയാണ് ഉണ്ടാകുന്നത് അല്ലേ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണ് ഈ അഡ്വാൻസസ് ഉണ്ടാകുന്നത്. ഇവിടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻ സം കേസസ് ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ഡാഷ്. ചില കേസസിൽ ഈ ഒരു പ്രോസസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ടാകാം. such as നിക്കോൾസൺസ് തിയറി അബൌട്ട് പ്രോട്ടോ എലമെൻറ്റ്സ്. അതായത് നിക്കോൾസന്റെ തിയറി ഉണ്ട് പ്രോട്ടോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നേക്കാം ഈ ഒരു പ്രോസസ്സിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നിക്കോൾസന്റെ ആ ഒരു പ്രോട്ടോ എലമെൻറ്റിൻ്റെ തിയറി എന്ന് പറയുന്നത് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദ ഫാക്ട് ദാറ്റ് നിക്കോൾസൺ വാസ് റോങ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് പ്രോട്ടോ എലമെൻറ്റ്സ്. കണ്ടോ, അപ്പോൾ അദ്ദേഹത്തിന് അത് മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ള മീനിങ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ആർജം ഉൾക്കൊണ്ടാണ് നീൽ ബോർ എന്താണ് ആറ്റത്തിനെ കുറിച്ചുള്ള ഒരു മോഡലും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നിക്കോൾസന്റെ ആ ഒരു തിയറി എന്ന് പറയുന്നത് റോങ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ റോങ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നത് മിസ്റ്റേക്സ് ആണ് അല്ലേ. ഡി ആണ് ആൻസർ വരുന്നത്. 38 അല്ലേ. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് മിസ്റ്റേക്സ് അല്ലേ. ഒരുപാട് വലിയൊരു പ്രോസസ്സ് വഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ കിട്ടുന്നത് അല്ലേ. ചില കേസസിൽ അത് മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 39. In others, simply necessity may provoke innovation, as with Westropp's decision to modify the position of his riding stirrups. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ട് അല്ലേ. ഒരു കുതിരപ്പുറത്തിരുന്ന് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അദ്ദേഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആവശ്യമല്ലേ, നെസസിറ്റി ആവശ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹം അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയത് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി ദർ ഈസ് ഓൾസോ ഓഫൻ ആൻ എലമെൻറ്റ് ഓഫ് ഡാഷ്. ചില കേസസിൽ അവിടെ വേറെ എന്തൊരു സംഭവമുണ്ട്. ഫോർ എക്സാമ്പിൾ ദ കോയിൻസിഡൻസ് ഓഫ് ഐഡിയാസ് ദാറ്റ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് പോസ്റ്റ്-ഇറ്റ് നോട്ട്. അതായത് പല പല ഐഡിയാസ് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. നമുക്കവിടെ പറയാൻ കഴിയും ചിലപ്പോൾ ഭാഗ്യം എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ കഴിയല്ലേ. എന്നാലും നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മളുടെ ആളിൻ്റെ പേര് പറയുന്നുണ്ട് അല്ലേ. വെസ്ട്രോപ്പ് ഡിസിഷൻ അല്ലേ. അദ്ദേഹം ആ ഒരു ഡിസിഷൻ നടത്തിയത് അല്ലേ നെസസിറ്റി അതിൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ്. പിന്നെ അവിടെ വേറൊരാളുടെ കാര്യം പറയുന്നില്ലേ, പോസ്റ്റ്-ഇറ്റ് നോട്ട്. സോ പോസ്റ്റ്-ഇറ്റ് നോട്ട് എന്ന് പറയുന്ന സംഭവം അത് പല പല ഐഡിയാസ് കോയിൻസൈഡ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ പോസ്റ്റ്-ഇറ്റ് നോട്ട് എന്ന് പറയുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയില്ലായിരുന്നു. അപ്പോൾ പോസ്റ്റ്-ഇറ്റ് നോട്ട് എവിടെയാണെന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ ACDC കഴിഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ്-ഇറ്റ് നോട്ട് വരുന്നത്. നമ്മളിത് ഈ ഒരു അടുത്ത പാരഗ്രാഫിലായിട്ടാണ് അല്ലേ ഇതിവിടെ പോസ്റ്റ്-ഇറ്റ് നോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദ സൊല്യൂഷൻ ടു ബോത്ത് ദീസ് പ്രോബ്ലംസ് വാസ് ദ ഇൻവെൻഷൻ ഓഫ് ബ്രില്യൻ്റ്ലി സിമ്പിൾ yet phenomenally successful post-it note. Such examples give light to the calm that ingenious designing minds are responsible for human creativity and innovation. അതിനു മുന്നേ ഓക്കെ മൊത്തത്തിലുള്ള നോക്കണം. Plenty of other stories show that fresh advances can arise from error, misadventure, and also pure serendipity, a happy accident. A happy accident എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഹാപ്പി ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യവശാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് സന്തോഷകരമായിട്ട് അവസാനിച്ചു എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫിലിമിലൊക്കെ കാണാറുണ്ട് ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നായകൻ്റെ കാറ് നായികയുടെ ഒരു
സ്കൂട്ടറിൽ വന്ന് ഇരിക്കുന്നു. അപ്പോൾ ആണ് അവർ കണ്ടുമുട്ടുന്നത് അല്ലേ. സോ അത് പിന്നെ പ്രണയത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഇൻസിഡൻസ് അവിടെ ഉണ്ടാകുന്നു അല്ലേ. സോ ആ ഒരു ആക്സിഡൻ്റ് ആണെങ്കിലും, ആക്സിഡൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കത്തില്ല അല്ലേ. പക്ഷേ ഈ ആക്സിഡൻറ്റ് മൂലം നല്ല കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിലോ അത് ഹാപ്പി ആക്സിഡൻ്റ് എന്ന് പറയും. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണെങ്കിൽ അത് ഹാപ്പി ആയിട്ട് മാറി. അപ്പോൾ ലക്കാണ് എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ സ്പെൻസർ സിൽവർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഗ്ലൂ അല്ലേ. കുറച്ച് മാത്രമേ സ്റ്റിക്കി ആവുന്നുള്ളൂ. സോ അതുകൊണ്ട് അതിന് യൂസ് ഒന്നുമില്ല അല്ലേ. വൈൽ ഹിസ് കൊളീഗ് ആർട്ട്ഫ്രൈ വാസ് ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹൗ ടു അഫിക്സ് ടെമ്പററി ബുക്ക് മാർക്സ് ഇൻ ഹിസ് ഹൈം ബുക്ക് വിത്തൗട്ട് ഡാമേജിങ് ഇറ്റ്സ് പേജസ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഗ്ലൂ ഉണ്ട്, എന്നാൽ വളരെ നല്ലതുപോലെ ഒട്ടുന്ന ഗ്ലൂ അല്ല അല്ലേ. ഇനി പറയുന്നുണ്ട് അടുത്ത അദ്ദേഹത്തിൻ്റെ കൊളീഗിന് ആവശ്യമായിട്ടുള്ളത് ബുക്ക് മാർക്കാണ് അല്ലേ. അപ്പോൾ അത് ഒട്ടിച്ചാൽ പെട്ടെന്ന് ഇളകി വരെയും വേണം, എന്നാൽ പേജസിന് ഡാമേജ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലേ. ദ സൊല്യൂഷൻ ടു ബോത്ത് ദീസ് പ്രോബ്ലംസ്, അതായത് ഇത് രണ്ടും കൂടെ അല്ലേ, ഈ ഒരു ഗ്ലൂ എടുത്തിട്ട് നമ്മളുടെ ആ ഒരു പോസ്റ്റ് നോട്ട് അല്ലേ അത് ബുക്ക് മാർക്കാക്കി. അപ്പോൾ അതെന്ന് പറയുന്നത് ലക്കായിട്ട് സംഭവിച്ചതാണ് അല്ലേ എന്നുള്ളതാണ് അവിടെ പറയാൻ കഴിയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു പോസ്റ്റ് നോട്ടിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ബൈ മിസ്റ്റേക്ക് അല്ലേ, ലക്കായിട്ട് വന്നതാണ്, കോയിൻസൈഡ് ചെയ്തതാണെന്നാണ് അവിടെ പറയുന്നത്. അടുത്തത്, വിത്ത് ബോത്ത് ദ ലോ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ലോ ഓഫ് ഇഫക്റ്റ് ദർ മേ ബി നോ ക്ലിയർ ഡാഷ് ഇൻവോൾവ്. ലോ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണെങ്കിലും ലോ ഓഫ് ഇഫക്റ്റ് ആണെങ്കിലും അതിൽ എന്തില്ല. അപ്പോൾ ദർ മേ ബി നോ ക്ലിയർ കോംപ്രമൈസ് എന്ന് പറയാൻ കഴിയും, ഗോൾസ് എന്ന് പറയാൻ കഴിയും. ലക്ക് നമ്മൾ എടുത്തു അല്ലേ, മാർക്ക് ചെയ്യാം. ദർ മേ ബി നോ ക്ലിയർ എക്സ്പെരിമെൻറ്റ്സ്, എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അല്ലേ ഗ്രാമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ. സോ നാച്ചുറൽ സെലക്ഷൻ, ലോ ഓഫ് ഇഫക്റ്റ് അല്ലേ, അതിന് പിന്നിൽ എന്തോ ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സോ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ലാസ്റ്റ് 2 പാരഗ്രാഫിലായിട്ടാണ്. സോ അതിൻ്റെ രണ്ടും കൂടെ പറയുന്നത് അല്ലെ, ഒരുമിച്ച് പറയുന്നത് നോക്കാം. കമ്പാരിസൺ, ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ഇന്നോവേഷൻ ഡിമാൻഡ്സ് in particular provenance of raw material on which law of effect operates is not as clearly known as that of genetic mutations on which the law of natural selection operates അല്ലേ. ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, ഒരു പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ പറയാൻ കഴിയുന്ന ഗോൾസ് ആണല്ലേ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ഗോൾസ് ഒന്നുമില്ല, ചുമ്മാ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലേ, ഒരു പെർട്ടിക്കുലർ പർപ്പസ് വെച്ചിട്ടല്ല അത് ചെയ്യുന്നത് എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത് ഗോൾസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസും നമ്മുടെ പാരഗ്രാഫിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് പാരഗ്രാഫിലെ മൊത്തത്തിൽ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് തേർഡ് പാസേജ് വരുമ്പോൾ അതൊന്നും കൂടെ ഡിഫിക്കൽട്ട് ആവും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. സൂര്യ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഹായ് മാം ഇട്ടിട്ടുണ്ട്. സൂര്യ ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്കും ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ചോദിക്കുക. ഓക്കെ, ഡൗട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഇത് കേംബ്രിഡ്ജിൻ്റെ 17ാമത്തെ എഡിഷനാണ് കേട്ടോ, അതിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അപ്ഡേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇത് തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമുക്കിനി നമ്മളുടെ അടുത്ത മെറ്റീരിയലിലേക്ക് പോവാം അല്ലേ. വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതിലാരും ഡൗട്ടൊന്നും ചോദിച്ചിട്ടില്ല, എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത പാസേജ് ആണ്
അപ്പോൾ ആദ്യത്തെ പാസേജ് ആയതുകൊണ്ട് കുറച്ച് ഈസിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ എല്ലാ കേസസിലും അങ്ങനെ ആകണം എന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് വായിച്ചാൽ മിക്കവാറും ഉള്ള കേസസിലൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. തൈലസിൻ എന്നാണ് നമ്മളുടെ ആ ഒരു ഹെഡിങ് അല്ലേ. അതെന്താണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ സെക്ഷനിലേക്ക് പോവാം. സോ 1 to 5 എന്ന് പറയുന്നത് വൺ വേർഡ് ഒള്ളി ആണ് അല്ലേ. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയതുകൊണ്ട് നമ്മളവിടെ വേർഡ് ലിമിറ്റ് നോക്കണം. സോ വൺ വേർഡ് ഒള്ളി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ വൺ വേർഡ് ഒള്ളി വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഇനി 1 to 5 അതാണ്. അടുത്തത് ഓക്കെ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ആണ്. അത്രേ ഉള്ളൂ. സോ 2 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേഗം കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. വളരെ ഈസിയാണ് തൈലസിന് അല്ലേ. സോ വൺ വേർഡ് ഒള്ളി എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. സോ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ തൈലസിൻ. അപ്പോൾ അതൊരു അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അതൊരു ഓർഗാനിസം ആണല്ലേ. എന്താണെന്നൊന്നും അറിയത്തില്ല, ലിവിങ് ബീങ് ആണ് എന്നുള്ളത് മാത്രം അറിയാം. ഇനി ലുക്ക്ഡ് റാദർ ലൈക്ക് എ ഡോഗ്. സോ ഒരു ആനിമലിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ബാക്കി നമുക്ക് പാരഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇനി അടുത്തത് ഹാഡ് എ സെൻസ് ഓഫ് സ്ട്രൈപ്സ് അലോങ് ഇറ്റ്സ് ബോഡി ആൻഡ് ടെയിൽ. സോ സ്ട്രൈപ്സ് ഉണ്ടല്ലേ, ബോഡിയിൽ ഇങ്ങനെ വരകളുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. ഇനി ഏറ്റ് ആൻഡ് എൻറ്റയർലി ഡാഷ് ഡയറ്റ്. ഇങ്ങനെയുള്ള ഫുഡാണ് അത് കഴിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ പാരഗ്രാഫിലേക്ക് പോവാം. സോ എങ്ങനെയുള്ള ഫുഡ്. സോ ഫുഡിനെ കുറിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ പറയാൻ കഴിയും. സ്ട്രൈപ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഡോഗ് അല്ലേ, കണ്ടോ, ഡോഗ് എന്ന് പറയുന്നുണ്ട്, സ്ട്രൈപ്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി നമ്മളുടെ ഫുഡാണ് ആവറേജ് നോസ് കമ്പയർഡ്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. യൂക്കാലിപ്റ്റസ് ഫോറസ്റ്റ് ആണ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഫീഡിങ് എക്സ്ക്ലൂസീവ്ലി കാർണിവോറസ് അല്ലേ, കാർണിവോറസ് ആണ്. സോ എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ കാർണിവോറസ് ആണ് അല്ലേ. സോ നമ്മുടെ ആൻസർ വരുന്നത് കാർണിവോറസ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മളുടെ ആൻസർ കണ്ടുപിടിച്ചു അല്ലേ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമ്മളുടെ പാസേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാസേജ് ആണ് അല്ലേ, ഫസ്റ്റ് പാസേജ് ആണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കഴിയും യൂഷ്വലി. പ്രത്യേകിച്ച് ഫസ്റ്റ് പാസേജിൽ വരുന്ന എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടെ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, സോ കാർണിവോറസ് എന്നാണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ അത് നമ്മളവിടെ ഫില്ല് ചെയ്തു. വൺ വേർഡ് ആയതുകൊണ്ട് കാർണിവോറസിന് ഫില്ല് ചെയ്യാൻ കഴിയും. എൻറ്റയർലി കാർണിവോറസ് ഡയറ്റ്. കാർണിവോറസ് എന്ന് വെച്ചാൽ മറ്റുള്ള ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ, മറ്റുള്ള ആനിമൽസിനെ കഴിക്കുന്നു. പ്രോബബ്ലി ഡിപ്പെൻഡൻറ്റ് മെയിൻലി ഓൺ ഡാഷ് വെൻ ഹണ്ടിങ്. ഹണ്ട് ചെയ്യുന്ന സമയത്ത് എന്തിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പ്രോബബ്ലി ഹണ്ടിങ് വാസ് അൺസക്സസ്ഫുൾ ആൻഡ് ഫുഡ് സ്കേഴ്സ് അല്ലേ. അപ്പോൾ പ്രോബബ്ലി ആൻഡ് അഡാപ്റ്റേഷൻ ടു കോമ്പൻസേറ്റ് ഫോർ ലോങ് പീരീഡ്സ്. കൂടുതൽ പീരീഡിൽ അതിന് അഡാപ്റ്റേഷൻ അല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. ഹണ്ടിങ് എന്ന് പറയുന്നത് അൺസക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അല്ലേ, ഫുഡ് എന്ന് പറയുന്നത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അതിന് കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ ഇറ്റ് കുഡ് ഈറ്റ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഫുഡ് അറ്റ് വൺ ടൈം. ഒരു ടൈമിൽ തന്നെ ഒരുപാട് ഫുഡ് കഴിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഹണ്ടിങ് നടന്നില്ലെങ്കിൽ ഫുഡ് അതിൻ്റെ ബോഡിയിൽ കാണും. സോ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും, പ്രോബബ്ലി ഡിപ്പെൻഡൻറ്റ് മെയിൻലി ഓൺ ഡാഷ് വെൻ ഹണ്ടിങ്. സോ ഹണ്ട് ചെയ്യുന്ന സമയത്ത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൈലസിൻസ് റിലേറ്റ് have relied more on scent than any other sense. അതായത് ഹണ്ട് ചെയ്യുന്ന സമയത്ത് നോക്കിക്കേ, അവർ കൂടുതലും ലൈക്ലി ടു ഹാവ്, അതായത് പ്രോബബ്ലി റിലൈഡ്, അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെൻറ്റിനെയാണ്. സെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സ്മെല്ല് വെച്ചിട്ടാണ് ഹണ്ട് ചെയ്യുന്നതെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ.
ഇവിടെ ഹണ്ടിങ് അൺസക്സസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അഡാപ്റ്റേഷൻ ചെയ്യും. നമ്മുടെ ക്വസ്റ്റൻ അതല്ല, ഹണ്ട് ചെയ്യുന്ന സമയത്ത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഹണ്ട് ചെയ്യുന്ന സമയത്ത് സെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബ്ലി എന്ന് വെച്ച് മാത്രം നോക്കരുത്, ഇത് ലൈക്ലി ടു ഹാവ് എന്ന് പറയുന്നുണ്ട്. അത് പ്രോബബ്ലിയുടെ വേറൊരു മീനിങ് ആണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. യങ് സ്പെൻഡ് ഫസ്റ്റ് മന്ത്സ് ഓഫ് ലൈഫ് ഇൻസൈഡ് ഇറ്റ്സ് മദേഴ്സ് ഡാഷ്. മദറിൻ്റെ എവിടെ ഇരുന്നാണ് ആദ്യത്തെ കുറച്ച് കാലഘട്ടം തള്ളി നീക്കുന്നത്? അപ്പോൾ മദറിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. ഇവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അല്ലേ. ഇനി ബ്രീഡിങ് സീസൺ അല്ലേ, ത്രൂ ഔട്ട് ദ ഇയർ, മാർസൂപ്പിയൽസ്. മാർസൂപ്പിയൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ ചെറുതല്ലേ. ടൈനി ഹെയർലെസ് വെൻ ബോൺ, പൗച്ച് ഓഫ് ദ ബെല്ലി ഓഫ് ദെയർ മദർ. അപ്പോൾ മദറിൻ്റെ ബെല്ലിയിലുള്ള പൗച്ചിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. എവിടെയാണ് മദേഴ്സ് ബെല്ലി എന്ന് പറയുമോ? വൺ വേർഡ് ആണല്ലേ. സോ ബെല്ലി എന്ന് പറയുമോ പൗച്ച് എന്ന് പറയുമോ? പൗച്ച് എന്നായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. അതായത് ബെല്ലിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പൗച്ച് എന്നുള്ള മീനിങ് ആണ്. സോ മദറിൻ്റെ പൗച്ചിലിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. തേർഡ് വണ്ണിൻ്റെ ആൻസർ വരുന്നത് പൗച്ചാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഡിക്ലൈൻ ആൻഡ് എക്സ്റ്റിങ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് എവിഡൻസ് ഇൻ മെയിൻലാൻഡ് ഓസ്ട്രേലിയ ഈസ് എ 3100 ഇയർ ഓൾഡ് ഡാഷ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റിങ്ഷനെ കുറിച്ച് 3100 ഇയർ ഓൾഡിലുള്ള എന്താണ് ലാസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്? സോ 3100 ഇയേഴ്സ് ഓൾഡുള്ള എന്താണ്? ഇവിടെ പറയുന്നുണ്ട് കാർബൺ ഡേറ്റഡ് ഫോസിൽ ഫ്രം മുറേ കേവ് അല്ലേ. അതിൻ്റെ ഒരു ഫോസിൽ 3100 ഇയേഴ്സ് ഓൾഡുള്ള ഫോസിലാണ് ആകെയുള്ള ഒരു തെളിവെന്ന് പറയുന്നത്. അപ്പോൾ ഫോസിലാണ് 3100 ഇയർ പഴക്കമുള്ള ഫോസിൽ. സോ ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ വരുന്നത് ഫോസിൽസ് ആണ്. ഡിങ്കോസ് മൂലമാണ് അത് എക്സ്റ്റിങ്ഷൻ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഈ റിഡക്ഷൻ ഇൻ ഡാഷ് ആൻഡ് അവൈലബിൾ സോഴ്സസ് ഓഫ് ഫുഡ്. അപ്പോൾ ഇത് ഇതൊരു ടൈഗർ ആണ് കേട്ടോ, ഒരു ഫോം ഓഫ് ടൈഗർ ആണ്. സോ വേറെ എക്സ്റ്റിൻഷൻ്റെ ഫാക്ടർ പറയുന്നത് ഫുഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതും പിന്നെ വേറെ എന്തോ ഒന്നിൻ്റെ റിഡക്ഷനുമാണ് ഇത് ഡിക്ലൈൻ ആകാനായിട്ടുള്ള കാരണം. അത് ഇനിയായിരിക്കും പറയുന്നത് അല്ലേ, അതിൻ്റെ മെയിൻ റീസൺ അല്ലേ. ഇവിടെ കണ്ടിന്യൂഡ് ജനറലി ആട്രിബ്യൂട്ടഡ് ടു റിലൻലെസ് എഫേർട്ട്, ക്യാമ്പയിൻ അൺഡൗട്ട്ലി ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഡിക്ലൈൻ അല്ലേ. include competition, wild dogs introduced, loss of habitat along with disappearance of prey species. അത് ഫുഡിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, അത് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ 1 സക്സസ്ഫുൾ അറ്റംപ്റ്റ്, ലാർജ് നമ്പേഴ്സ്, അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഫുഡാണ്, ഫുഡിൻ്റെ സോഴ്സാണ് അല്ലേ. അപ്പോൾ അടുത്ത ആൻസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഹാബിറ്ററ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഡിസപ്പിയറൻസ് ഓഫ് പ്രേ സ്പീഷീസ്. പ്രേ സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഇര, അതായത് ഫുഡ് എന്നുള്ള മീനിങ് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുഡും പിന്നെ ലോസ് ഓഫ് ഹാബിറ്ററ്റും ആണ് മറ്റുള്ള റീസൺസ് എന്ന് അവിടെ പറയുന്നുണ്ട്. സോ ഹാബിറ്ററ്റ് അല്ലേ. സോ റെഡ്യൂസ്ഡ് ഹാബിറ്ററ്റ്, റിഡക്ഷൻ ഇൻ ഹാബിറ്ററ്റ്. ലോസ് എന്ന് പറയുന്നതും റെഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതും സെയിം മീനിങ് ആണ്. അവിടെ ആൻസർ വരുന്നത് ഹാബിറ്ററ്റ് ആണ്. ഹാബിറ്ററ്റ്. അപ്പോൾ ഇവിടെ ഫുഡെന്ന് നമ്മൾ നോക്കിയാൽ കിട്ടത്തില്ല അല്ലേ. ഡിസപ്പിയറൻസ് ഓഫ് പ്രേ സ്പീഷീസ്, അതിൻ്റെ ഇരയുടെ എണ്ണം കുറയുക അല്ലേ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ റിഡക്ഷൻ ഇൻ ഹാബിറ്ററ്റ്. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ഓഫ് തൈലസീൻസ് വെർ കിൽഡ് ബൈ ഹ്യൂമൻസ് ഫ്രം 1830 ഓൺവേർഡ്സ് അല്ലേ. 1830 മുതൽ ഹ്യൂമൻസ് ഒരുപാട് നമ്പർ ഓഫ് തൈലസീൻസിനെ കൊന്നെടുക്കുന്നുണ്ടായിരുന്നു അല്ലേ, 1830 മുതൽ. 1830 എവിടെയാണെന്ന് നോക്കുക. സോ ഇവിടെ 1899 ആണല്ലേ, ഇവിടെ 1830. സോ ഡ്രമാറ്റിക് ഡിക്ലൈൻ ഓഫ് തൈലസീൻ ഇൻ താൻസ്മാനിയ വിച്ച് ബിഗാൻ ഇൻ 1830s and continued for a century is generally attributed to the relentless effort of sheep farmers and bounty hunters. ബൗണ്ടി ഹണ്ടേഴ്സ് എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പീപ്പിൾ ഹു ആർ പെയ്ഡ് എ റിവാർഡ് ഫോർ കില്ലിങ് എ വൈൽഡ് ആനിമൽ. ഓക്കെ, സോ അതും ഹ്യൂമൻസ് ആണ്. സോ ഹ്യൂമൻസ് ആണ് അതിനെ കൊന്നൊടുക്കിയത്, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു എണ്ണം അല്ലേ, ഒരുപാട് എണ്ണത്തിനെ കൊന്നൊടുക്കി. അപ്പം അങ്ങനെയല്ലേ അവിടെ പറയുന്നത്. ഹ്യൂമൻസ് തന്നെയല്ലേ ഷീപ്പ് ഫാമേഴ്സും ബൗണ്ടി ഹണ്ടേഴ്സും.
ദ ഡ്രമാറ്റിക് ഡിക്ലൈൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, സിഗ്നിഫിക്കൻറ്റ് നമ്പർ. സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുന്നത് കൊണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. Several thylacines were born in zoos during the late 1800s. ലേറ്റ് 1800s എന്ന് വെച്ചാൽ 1900 ആകുന്നതിന് തൊട്ട് മുന്നേയുള്ള കുറച്ച് ഇയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 1800 ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഒരുപാട് തൈലസീൻസ് സൂയിൽ ജനിച്ചു. അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നോക്കാം. സോ 1800 ലാസ്റ്റ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. 1830 ഇവിടെ പറയുന്നുണ്ട്, ഇനി 1899 പറയുന്നുണ്ട് അല്ലേ. അത് ഏറ്റവും ലാസ്റ്റ് ആണല്ലോ. സോ വൺ സക്സസ്ഫുൾ അറ്റംപ്റ്റ് ടു ബ്രീഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ദിസ് വാസ് ഡിസ്പ്ലേഡ് ദ ലാർജ് നമ്പേഴ്സ് ദാറ്റ് വെന്റ് ത്രൂ സം സൂസ്, പെർട്ടിക്കുലർലി ലണ്ടൻ സൂ. The famous naturalist 𝐀𝐜𝐴 demise, when he published, the numbers of the singular animal will speedily diminish. Okay. സോ 1800 ഏറ്റവും ലാസ്റ്റ് വരുന്ന ഇതാണ് അല്ലേ. അവിടെ ഒരുപാട് തൈലസീൻസ് ബോൺ ചെയ്തു എന്ന് പറയുന്നുണ്ടോ. ഡിമിനിഷ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. വിൽ സ്പീഡ്ലി ഡിമിനിഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ദിസ് വാസ് ഡിസ്പൈറ്റ് ലാർജ് നമ്പേഴ്സ് ദാറ്റ് വെന്റ് ത്രൂ സം സൂസ്, പെർട്ടിക്കുലർലി ലണ്ടൻ സൂ. സോ ഇവിടെ തൈലസീനെ ബ്രീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അല്ലേ. ഇതിൽ ഒരു സക്സസ്ഫുൾ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അത് 1899 ലാർജ് നമ്പേഴ്സ് അല്ല എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ഡിമിനിഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാടെണ്ണം ജനിച്ചു എന്നവിടെ പറയാൻ കഴിയത്തില്ല അല്ലേ. ഡിക്ലൈൻ ഓഫ് ദി സ്പീഷീസ് അടുത്തതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടെണ്ണം ജനിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. ആൻസർ വരുന്നത് ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ജോൺ ഗോൾസ് പ്രഡിക്ഷൻ അബൌട്ട് ദ തൈലസിൻ സർപ്രൈസ്ഡ് സം ബയോളജിസ്റ്റ്. ജോണിൻ്റെ പ്രഡിക്ഷൻ അല്ലേ, തൈലസീനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ള സയൻറ്റിസ്റ്റുകളെ സർപ്രൈസ് അല്ലേ, ആശ്ചര്യരാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോണിൻ്റെ പ്രഡിക്ഷൻ, ജോൺ എവിടെയാണെന്ന് നോക്കുക. ജോൺ കണ്ടോ, ഫോർസോ ദ ഡിമൈസ്, അദ്ദേഹം മുന്നിൽ കണ്ടു, അതായത് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അത് മറ്റുള്ളവരെ സർപ്രൈസ്ഡ് ആക്കിയോ എന്നുള്ളത്, മറ്റുള്ള ബയോളജിസ്റ്റുകളെ സർപ്രൈസ് ആക്കിയോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ദ നമ്പേഴ്സ് അദ്ദേഹം പറയുന്നത് ഇതാണ് അല്ലേ. ആൻഡ് ഇറ്റ് വിൽ ദെൻ ലൈക്ക് വോൾഫ് ഓഫ് ഇംഗ്ലണ്ട് ബി റെക്കോർഡഡ് ആസ് ആൻ ആനിമൽ ഓഫ് ദ പാസ്റ്റ്. എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്നതാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ള ബയോളജിസ്റ്റുകൾ അതിന് അഗ്രി ചെയ്യോ ഡിസഗ്രി ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഇനി there seems to have been little public pressure to preserve the thylacine. ആരും തൈലസിനെ പ്രിസർവ് ചെയ്യാനായിട്ട് എഫേർട്ടൊന്നും എടുത്തില്ല. അപ്പോൾ അത് അടുത്ത ഒരു ടേമാണ് അല്ലേ. അപ്പോൾ ഇവിടെ മറ്റുള്ള സയൻറ്റിസ്റ്റുകളുടെ കൺസേൺസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള സയൻറ്റിസ്റ്റുകൾ സർപ്രൈസ് ആണോ എന്നുള്ളതൊന്നും പറയുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോട്ട് ഗിവൺ ആണ്. 8ന്റെ ആൻസർ വരുന്നത് നോട്ട് ഗിവൺ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ ദ early 1900s many scientists became worried about the possible extinction of thylacine. 1900ന്റെ ഏറ്റവും ആദ്യം അല്ലേ, പല സയൻറ്റിസ്റ്റുകളും കൺസേൺഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. അവർ കൺസേൺഡ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് നോർ വാസ് മച്ച് കൺസേൺ എക്സ്പ്രസ്ഡ് ബൈ സയൻറ്റിസ്റ്റുകൾക്ക് കൺസേൺ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ആൻസർ വരുന്നത് ഫോൾസ് ആണ് അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അടുത്തത് ടി ഫ്ലിൻസ് പ്രപ്പോസൽ ടു റീഹോം captive thylacines on an island proved to be impractical. അദ്ദേഹം ഒരു പ്രപ്പോസൽ മുന്നിൽ കൊണ്ടുവന്നു അല്ലേ. അതായത് ഈ തൈലസിനെ റീഹോം ചെയ്യുക അല്ലേ, ഒന്നും കൂടെ പാർപ്പിക്കുക, എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പാർപ്പിക്കുക. അതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. സോ ടി ഫ്ലിന്നിൻ്റെ പ്രപ്പോസൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ടി ഫ്ലിൻ സഫിഷ്യൻ്റ്ലി കൺസേൺ, അദ്ദേഹത്തിന് കൺസേൺ ഉണ്ടായിരുന്നു. captured and placed in a small island. But it was not until with the species on very edge of extinction, Birds and Protection Board passed a motion protecting thylacines only for the month of December. ഡിസംബറിൽ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലേ, which was thought to be their prime breeding season. അതാണ് അവരുടെ ബ്രീഡിംഗ് സീസൺ. The last known wild thylacine to be killed was shot by a farmer. ഫാർമർ ആണ് അതിനെ കൊന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കൽ ആയിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇംപ്രാക്ടിക്കൽ ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു സംഭവം പറഞ്ഞു അല്ലേ, ഒരു ഐഡിയ പറഞ്ഞു. അദ്ദേഹം കൺസേൺ ആയിരുന്നു, അതുകൊണ്ടൊരു സ്മോൾ ഐലൻഡിൽ ഇങ്ങനെ റീഹോം ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് നോട്ട് അണ്ടിൽ 1929 ഒരുപാട് അങ്ങ് എക്സ്റ്റൻഷനിലായപ്പോഴത്തേക്കും ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ട് അല്ലേ, അവർ ഇതിനെ ഇങ്ങനെ ഡിസംബറിൽ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അടുത്ത സംഭവമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് അവർ നടപ്പിലാക്കിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കിയോ ഇംപ്രാക്ടിക്കൽ ഒന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ വരുന്നത് നോട്ട് ഗിവൺ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് there were still reasonable numbers of thylacines in existence when a piece of legislation protecting the species during the breeding season was passed. അതിപ്പോൾ നമ്മൾ നോക്കിയ സംഭവം അല്ലേ, പ്രൊട്ടക്ഷൻ ബോർഡ്. അപ്പോൾ ഇപ്പോഴും തൈലസീൻസ് എക്സിസ്റ്റൻസിൽ ഉണ്ടല്ലേ. അതായത് ഒരു ഇതുപോലെ ആ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് റൂൾ പാസ്സാക്കി അല്ലേ, ഡിസംബറിൽ ഇങ്ങനെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റൂൾ പാസ്സാക്കി. അപ്പോൾ അവിടെ തൈലസീൻസ് വന്നു അല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്പർ ഉണ്ട് അങ്ങനെ പറയുന്നില്ല. കാരണം എന്താണ്, ലാസ്റ്റ് നോൺ വൈൽഡ് തൈലസിൻ, ഏറ്റവും അവസാനത്തത് ഒരു ഫാർമർ കൊന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്, ഏറ്റവും അവസാനത്തതിനെ കൊന്നു, അപ്പോൾ ഇനി ഇല്ല എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ വഴി തൈലസീൻസ് ഇപ്പോഴും നിലവിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്നവിടെ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻസർ വരുന്നത് ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ഫ്രം 1930 to 1936 only non-living thylacines were all in captivity. സോ അവിടെ നമുക്കൊരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ക്യാപ്റ്റീവ് എന്നൊക്കെ പറയാൻ കഴിയും. ക്യാപ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടിമത്തം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. സോ 1930 മുതൽ 1936 വരെ ഉള്ള തൈലസീൻസ് എല്ലാം ക്യാപ്റ്റിവിറ്റിയിലാണ്. സോ അടിമകളാണ്. അതിന് മീനിങ് സൂയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുള്ള മീനിങ് ആണ് അല്ലേ. 1930 to 36. സോ ഇത് ഇവിടെ 30 to 36 അല്ലേ. ലീവിങ് ജസ്റ്റ് ക്യാപ്റ്റീവ് സ്പെസിമെൻസ്. ക്യാപ്റ്റീവ് സ്പെസിമെൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഒഫീഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് സ്പീഷീസ് ഗവൺമെൻറ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് 15 days before the last known individual died in Hobart Zoo. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ക്യാപ്റ്റീവ് ആണോ, യെസ് അല്ലേ. റിമൈനിങ് ആയിട്ടുള്ളത് ക്യാപ്റ്റീവ് ആണെന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ലീവിങ് ജസ്റ്റ് ക്യാപ്റ്റീവ് സ്പെസിമെൻസ്, അടിമകൾ മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നിലവിലുള്ളതിനെല്ലാം കൊന്നു എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ട്രൂ ആണ്, ക്യാപ്റ്റീവ് ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് ലിവിങ് തൈലസീൻസ് ആർ നൗ റെയർലി മെയ്ഡ്. അതായത് ഇപ്പോൾ നിലവിൽ തൈലസീൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ആരും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാറില്ല അല്ലേ. അതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കാറില്ല. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് നൗ. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളുണ്ടോ. ഹാവ് ബീൻ ന്യൂമറസ് എക്സ്പെഡിഷൻസ് ആൻഡ് സെർച്ചസ് ഫോർ ദ തൈലസീൻസ് ഓവർ ദ ഇയേഴ്സ്. അതൊന്നും എവിഡൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ദ സ്പീഷീസ് ആർ ഡിക്ലെയർഡ് എക്സ്റ്റിങ്ക്ട് ബൈ ടാൻസാനിയൻ ഗവൺമെൻറ് ഇൻ 1986. അപ്പോൾ 1986 ആയപ്പോഴത്തേക്കും ഗവൺമെൻറ് എക്സ്റ്റിങ്ക്ട് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്. ഇവിടെ ഓവർ ദി ഇയേഴ്സ്, അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടല്ലേ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 1986 എക്സ്റ്റിങ്ക്ട് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ റിസർച്ച് നടത്തിയോ, റിസർച്ച് ഇപ്പോൾ നടത്തുന്നുണ്ടോ, അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും പിന്നെ അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. 1986 പറഞ്ഞ് അവിടെ അങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യമൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആൻസർ വരുന്നത് നോട്ട് ഗിവൺ ആണ്. വളരെ ക്ലിയർലി വി ക്യാൻ സേ ദ ആൻസർ ഇസ് നോട്ട് ഗിവൺ ബിക്കോസ് നോ എവിഡൻസസ് ആർ there regarding the attemptsനെ കുറിച്ചുള്ള എവിഡൻസസ് ഒന്നും അവിടെ നോട്ട് മെൻഷൻ ഇൻ ദ പാസേജ്. So we can clearly say there is no evidence regarding the attempts made from the scientist in search of whether thylacines are extinct or not. അപ്പോൾ നോട്ട് ഗിവൺ ആണ് ആൻസർ വരുന്നത്. ഇത് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. കാരണം എന്താണ്, നമ്മളുടെ
ഫസ്റ്റ് പാസേജിൽ വരുന്നത് കൊണ്ട് യെസ് നോ നോട്ട് ഗിവൺ ആണെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ സെക്ഷനാണ്. അപ്പോൾ അത് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ട് യൂഷ്വലി നമ്മളുടെ ഒരു സെക്ഷൻ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ പറയുമ്പോൾ പിറ്റേ ദിവസം കുറേയൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ആ പാസേജിനെ കുറിച്ച് പിന്നെ ഒന്നേന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്.